ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ NIOSന്റെ 2024 ഒക്ടോബർ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇനി എല്ലാവർക്കും അറിയേണ്ടത് എന്നാണ് റിസൾട്ട് വരിക എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് തന്നെയാണ് പറയാൻ പോകുന്നത്. NIOS ഒക്ടോബർ ബാച്ച് 2024 ഒക്ടോബർ ബാച്ചിന്റെ പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് വരുന്നത് നിങ്ങളുടെ എക്സാം ടൈം ടേബിൾ എല്ലാവരുടെയും കയ്യിലും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ടൈം ടേബിൾ നിങ്ങൾക്ക് ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് തന്നെ അതിന്റെ എൻഡിലെ ഡേറ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. എക്സാം എല്ലാവരുടെയും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ എക്സാം കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ 45 ഡേയ്സ് ആണ് നിങ്ങൾക്ക് റിസൾട്ട് വരാൻ വേണ്ടി NIOS പറയുന്ന ഒരു കാലയളവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 45 ഡേയ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിസൾട്ട് വരാവുന്നതാണ്. അപ്പോൾ എപ്പോഴാണ് NIOSൽ നമ്മൾ എഴുതിയ എക്സാമിന്റെ റിസൾട്ട് വരിക എന്ന് ചോദിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഒരു 45 ദിവസമെങ്കിലും കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് വരേണ്ടതാണ്. ഓക്കെ, അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ NIOSൽ ഈ പബ്ലിക് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ സ്റ്റുഡൻസിന് തന്നെ നിങ്ങൾ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആൻസേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റ് അങ്ങനെ കുറച്ച് സബ്ജക്റ്റുകളൊക്കെ ചെയ്ത് അപ്ലോഡഡ് ആയിട്ട് വരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും തന്നെ സോൾവ്ഡ് ആൻസേഴ്സ് ഏതൊക്കെയാണ് എന്നതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അപ്ലോഡായിട്ട് വരുന്നതായിരിക്കും ചാനലിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വരുന്ന സമയത്ത്, വീഡിയോസ് അപ്ലോഡ് ആവുന്ന സമയത്ത് നിങ്ങൾ എഴുതിയ സബ്ജക്റ്റ് ആണെങ്കിൽ അതെടുത്ത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് ഏതൊക്കെ ആൻസേഴ്സ് കൊടുത്തു എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം അറിയാലോ, ഏകദേശം നിങ്ങൾക്ക് ആ സബ്ജക്റ്റിന് എത്ര മാർക്കുകളൊക്കെ ലഭ്യമാകും എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കൊക്കെ വീഡിയോസ് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഇനി വരും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ആവുന്ന സമയത്ത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ അത് വീഡിയോസ് വരുന്ന സമയം തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം നമ്മൾ ആ സോൾവ് ചെയ്തിട്ടുള്ള 2024 ഒക്ടോബർ ബാച്ചിന്റെ പബ്ലിക് എക്സാമിനേഷൻ ആൻസർ ഷീറ്റുകളൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ലേൺ സ്റ്റോർ വഴി വെബ്സൈറ്റ് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും ബൈ ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ PDF ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എത്ര മാർക്കൊക്കെ കിട്ടും ഏകദേശം എക്സാമിന് എന്നുള്ളത്. സോ എല്ലാവർക്കും നല്ല മാർക്കൊക്കെ കിട്ടി എല്ലാവരും അടിപൊളിയായിട്ട് പാസ് ആവട്ടെ എന്ന് വിഷ് ചെയ്യാണ്. സോ ഇതുപോലെ NIOSന്റെ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസും ഒക്കെ കിട്ടുന്നതിനായിട്ട് നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പും അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. അതിന്റെ ലിങ്കും വെബ്സൈറ്റ് ലിങ്കും ഒക്കെ മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്